യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷയുടെ അവസരത്തിലും കർത്താവ് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആളുകളോട് വിശ്വാസം ആവശ്യപ്പെട്ടിരുന്നു. യേശുക്രിസ്തു ഉള്ളപ്പോഴും യേശുവിൽ വിശ്വാസം അർപ്പിച്ചവർക്കായിരുന്നു ദൈവമഹത്വം കാണുവാനിടയായി തീർന്നത്. കനാനി സ്ത്രീയോട് യേശു പറഞ്ഞല്ലോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുപോലെ പല സന്ദർഭങ്ങളിലും ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലായിരുന്നു അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികളെ കണ്ടിരുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷവും ഇപ്പോഴും അതേ വിശ്വാസം നമുക്ക് യേശുക്രിസ്തുവിൽ അർപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഈ തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. 17-6 നമ്മളിങ്ങനെ വായിക്കുന്നു, അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറിഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കാട്ടത്തി നിങ്ങളെ അനുസരിക്കും എന്നാണ് ഇവിടെ യേശു പറയുന്നത്. നോക്കിക്കേ, ശാസ്ത്രീയമായിട്ടും ഇത് സംഭവ്യമല്ലാത്ത ഒരു കാര്യമാണ്. ഒരു കാട്ടത്തി സ്വയം വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുമോ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ യേശു പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്താൽ അത് സാധ്യമാണ്. കാട്ടത്തി എന്ന് ഇവിടെ യേശു പറയുമ്പോൾ തന്നെ പല വേദചിന്തകന്മാരും പറയുന്ന ഒരു ആശയമുണ്ട്. അവിടെ നിന്നിരുന്നതായ വൃക്ഷങ്ങളിൽ ഏറ്റവും അധികം ആഴത്തിൽ വേര് കടന്നു പോകുന്നതായ സസ്യമായിരുന്നു ഈ കാട്ടത്തി എന്ന് പറയുന്നത്. അതിൻ്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ചെന്ന് വലിയ പാറകളെ ചുറ്റി പിടിച്ചിരിക്കുന്ന അനുഭവമുണ്ട്. അതുകൊണ്ട് വേരോട് പറിക്കുവാൻ വളരെ പ്രയാസമുള്ളതായ ഒരു സസ്യമായിരുന്നു കാട്ടത്തി. പക്ഷേ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് സമൂലമായി പറിച്ചെടുത്ത് ഇതിനെ കടലിൽ നടാം. 2 കാര്യങ്ങളും അസാധ്യമാണ്. നമുക്കറിയാവുന്ന പോലെ കാട്ടത്തിയുടെ വേര് സമൂലം പറിച്ചെടുക്കുക എന്ന് പറയുന്നതും അതിനെ കടലിൽ കൊണ്ടുപോയി നടുക എന്ന് പറയുന്നതും രണ്ടും വളരെ അസാധ്യമാണ്. പക്ഷേ യേശു പറയുന്നു, അതിനായി നിങ്ങൾക്ക് കടുകുമണിയുടെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ സാധിക്കും. ഞാൻ ചിന്തിച്ചൊരു ഭാഗം ഇതാണ്. കടുകുമണി വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ധാന്യങ്ങളിൽ വളരെ ചെറുതായ ഒന്നാണ് കടുകുമണി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ വിശ്വാസത്തെയാണോ യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്? ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. കടുകുമണിയുടെ അത്ര പോലും പ്രാധാന്യം ആളുകൾ കൊടുക്കാത്ത രീതിയിലുള്ള വിശ്വാസം, നമ്മെ വിലമതിക്കാത്തതായ വിശ്വാസം, നമ്മെ പരിഹസിക്കുന്നതായ വിശ്വാസം, നമ്മിൽ അവമതിപ്പ് തോന്നുന്ന രീതിയിലുള്ള വിശ്വാസം, പലപ്പോഴും ഇങ്ങനെയുള്ള വിശ്വാസത്തെ ആളുകൾ ശകാരിക്കാറുണ്ട്, ആളുകൾ പരിഹസിക്കാറുണ്ട്. പക്ഷേ യേശു പറയുന്നത്, നിങ്ങൾ അപ്രകാരമുള്ള ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്താൽ ഒരു കാട്ടത്തിയെ നിങ്ങൾക്ക് വേരോടെ പറിച്ച് കടലിൽ നടുവാൻ സാധിക്കും. പലപ്പോഴും ആളുകൾ നമ്മുടെ വിശ്വാസത്തെ കളിയാക്കാറുണ്ട്. രക്തസ്രാവക്കാരിയ സ്ത്രീയെ അവൾ പറഞ്ഞു, ഇന്ന് ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊടും, എനിക്ക് സൗഖ്യം കിട്ടും. പക്ഷേ ഇത് അവൾ പുറത്തു പറഞ്ഞാൽ ആളുകൾ അവരെ പരിഹസിക്കും. കാരണം കടുകുമണിയോളമുള്ള വിശ്വാസമാണത്. അവളെ പരിഹസിക്കുന്ന രീതിയിലുള്ള വിശ്വാസമാണ്. പക്ഷേ അവൾ അതിൽ ഉറച്ചു നിന്നപ്പോൾ അവൾ എന്തു വിശ്വസിച്ചോ അതിനുള്ള സാഹചര്യങ്ങൾ അവളുടെ മുമ്പിൽ സംജാതമായി. ലേവ്യ നിയമം അനുസരിച്ച് അവൾക്കൊരിക്കലും പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയത്തില്ല. കാരണം അവൾ അശുദ്ധയാണ്. പക്ഷേ ആ വിശ്വാസം വന്നപ്പോൾ അവളുടെ സാഹചര്യങ്ങളെല്ലാം അതിനനുസരിച്ച് നിയന്ത്രിക്കപ്പെടുവാൻ തുടങ്ങി. നമ്മളിൽ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമായി മാറും. നമ്മെ എതിർക്കുന്ന ആളുകൾ പോലും നമ്മുടെ പക്ഷം ചേരുവാനിടയായിത്തീരും. വിശ്വാസം നമ്മൾ അർപ്പിക്കേണ്ടത് കർത്താവ് യേശുക്രിസ്തുവിലാണ്. പ്രശ്നത്തെ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, മറിച്ച് ആ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് അതിനെ അനുകൂലമാക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ അക്കരയ്ക്ക് പോകുമ്പോൾ യേശു അമരത്ത് തല വെച്ച് ഉറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സമയം ശിഷ്യന്മാർ വളരെ വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. കാറ്റും കടലും എല്ലാം അവർക്ക് പ്രതികൂലമായി തീർന്നു. അവർ ഒരു നിഗമനത്തിലെത്തി, ഞങ്ങൾ നശിച്ചു പോകുന്നു, നമ്മൾ കൊല്ലപ്പെടാൻ പോവുകയാണ്. ആ സമയത്ത് അവർ യേശുവിനെ വിളിക്കുന്നു, യേശുവേ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവയെ അമർന്നു. അടുത്തതായി യേശു അവരെ ശാസിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അതായത്
ഞാൻ ഈ പടകിലുണ്ടെന്നും ഞാൻ നിങ്ങളെ വിളിച്ചതുകൊണ്ട് നിങ്ങൾ നശിക്കയില്ലെന്നും നിങ്ങൾക്കെന്തേ വിശ്വസിക്കാൻ കഴിയാഞ്ഞത്? അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാറ്റും കോളും എല്ലാം അതുപോലെ നിന്നാലും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടനെ. നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടനെ. ഇന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കർത്താവിലുള്ള വിശ്വാസം, അത് കടുകുമണിയോടുള്ള വിശ്വാസം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അപ്പോസ്തലന്മാരിവിടെ പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്നുള്ളതാണ്. പക്ഷേ യേശു വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല യേശു പറയുന്നത് നിങ്ങൾക്ക് കടുകുമണിയോളം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനർത്ഥം അത്രയുമെങ്കിലും ഒരു വിശ്വാസം, വലിയ വിശ്വാസം അല്ല പ്രവർത്തിക്കുന്നത്. ചെറിയൊരു വിശ്വാസം പോലും നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ആളുകൾ പരിഹസിക്കുന്നിടത്ത്, നിങ്ങളെ സമ്മർദ്ദത്തിൽ ആക്കുന്നിടത്ത് ആ വിശ്വാസത്തിൽ സ്ഥിരത കൊണ്ട് നിൽക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ, യേശുവിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഉറച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും അവർ നിറഞ്ഞു വരട്ടെ. കർത്താവെ, യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സ്ഥിരത പൂണ്ട് നിൽക്കുവാനും പ്രിയപ്പെട്ടവരെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവർക്കും നല്ലൊരു ആഴ്ച നൽകട്ടെ. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.